ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനാണ് പഠിച്ചിരുന്നത്. 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കി. ഇനി നമുക്ക് 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് വെച്ച് എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അതിന് മുന്നേയായിട്ട് നമുക്ക് 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് ഉള്ളത് ഒന്നുകൂടെ റിവേഴ്സ് ചെയ്തതിന് ശേഷം 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് പഠിച്ച 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് അത് റിവേഴ്സ് ചെയ്ത് നോക്കാം. അതിന് ശേഷം 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റാണ് ചെയ്യുന്നത്. അത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചിരിക്കണം 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് ഒരു 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു 5 ഇൻറ്റു 5ഉം 9 ഇൻറ്റു 5ഉം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 5 ഇൻറ്റു 5 മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണല്ലോ എല്ലാവരും അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 25. നമുക്ക് 5 ഇൻറ്റു 5 25 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് അബാക്കസിൽ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് അല്ലേ. 5 5 1 2 ഡിജിറ്റ്. അപ്പോൾ അബാക്കസിന് സെൻറ്റർ പോയിൻ്റ് എന്ന് 2 ഡിജിറ്റ് 1 2 അല്ലേ. അപ്പോൾ 25 ആണെന്നറിയാം. അപ്പോൾ 2 ഡിജിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 2 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു, 25. ഓക്കെ, then അടുത്തത് 9 ഇൻറ്റു 5 ആണ്. 9 ഇൻറ്റു 5 45 അല്ലേ. അപ്പോൾ നമുക്ക് സെറ്റ് 0 ചെയ്യാം. ദെൻ 45 ആണ്. അപ്പോൾ 2 ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 4 ദെൻ 5 45. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്ത നമുക്ക് 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ അവിടെ ഞാൻ 3 പ്രോബ്ലം നോക്കി വെച്ചിട്ടുണ്ട്. 6 ഇൻറ്റു 76, 7 ഇൻറ്റു 87, 8 ഇൻറ്റു 78. ഈ പ്രോബ്ലമൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് 6 ഇൻറ്റു 76 ആണ് അല്ലേ. 6 ഇൻറ്റു 76. അപ്പോൾ 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയിരിക്കുക 3 ഡിജിറ്റിലായിരിക്കും. അതായത് 1 2 3 ഡിജിറ്റിലാണ് നമുക്ക് ആൻസർ കിട്ടുക. 1 ഇൻറ്റു 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും 3 ഡിജിറ്റിലായിരിക്കും ആൻസർ ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ നമുക്കിത് അബാക്കസ് ചെയ്യാമെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റ് 0 ചെയ്യാം. ഓക്കെ, സെറ്റ് 0 ചെയ്തു. എന്നാൽ നമുക്ക് 6 ഇൻറ്റു 76. അപ്പോൾ ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് 6 ഇൻറ്റു 7 ആണ്. ഈ 6നെ ഫസ്റ്റ് നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 7 42 അല്ലേ. 42 എന്നറിയാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 ഡിജിറ്റിലാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് തുടങ്ങി 3 ഡിജിറ്റ്. അപ്പോൾ സെൻട്രൽ പോയിൻ്റ് എവിടെയാണ് വരുന്നത്? ഇവിടുന്ന് തുടങ്ങി 3 ഡിജിറ്റ് 1 2 3. അപ്പോൾ നമ്മൾ ഈ 3 ഡിജിറ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 3 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 100ൻ്റെ പൊസിഷനാണ്. അപ്പം 6 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ നമുക്ക് 42 കിട്ടി. അപ്പം നമ്മൾ 100ൻ്റെ പൊസിഷനിൽ ചെയ്യുക. 6 ഇൻറ്റു 7 42. അപ്പം 42 ആണ്. ഈ 4 നമ്മൾ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ 100ൻ്റെ പൊസിഷനിൽ പോയിട്ട്, അതായത് 3 ഡിജിറ്റിൽ ചെന്നിട്ട് നമ്മൾ 4 ആഡ് ചെയ്യുന്നു. എന്താ ഇവിടെ നമ്മൾ 4 ആഡ് ചെയ്തു. ഇനി പറയുന്നത് 2 ആണ് ആഡ് ചെയ്യാൻ. നമ്മൾ ടെൻസ് പോയിട്ട് 2 ആഡ് ചെയ്തു. ഓക്കെ, അടുത്തത് 6 ഇൻറ്റു 6 ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. 6 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 36 അല്ലേ. അപ്പോൾ 36 നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? രണ്ടാമത്തെ റോന്ന് തുടങ്ങണം. അതായത് 2 ഡിജിറ്റിൽ നിന്ന് തുടങ്ങണം. ഫസ്റ്റ് നമ്മൾ 3 ഡിജിറ്റിൽ നിന്ന് തുടങ്ങി അടുത്ത് വരുമ്പോൾ നമ്മൾ 2 ഡിജിറ്റിൽ നിന്ന് ചെയ്യാം. അപ്പോൾ 36 അല്ലേ. അപ്പോൾ 36 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 36 ആണ് വേണ്ടത്. ഇനി ലോവർ ബീഡ് നമുക്ക് ഇവിടെ എടുക്കാനില്ല. അപ്പോൾ നമ്മൾ അപ്പർ ബീഡ് നമുക്ക് എടുക്കാനുണ്ട്. 5 ഉണ്ട്. നമുക്ക് 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 എടുത്തിട്ട് നമുക്ക് 3 മതി. 5 എടുത്തു, 2 ലെസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് 6 ആണ് മനസ്സിൽ വരുന്നത്. അപ്പം നമ്മളിവിടെ 6 ആഡ് ചെയ്ത് കൊടുത്തു. ആൻസർ കിട്ടിയിരിക്കുന്നത് 456 ആണ്. 456 ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം നോക്കൂ, നമ്മൾ മൂന്നാമത്തെ റോന്ന് തുടങ്ങി 4 5 6. ഓക്കെ, 456 ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 7 ഇൻറ്റു 87 ആണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് 7 ഇൻറ്റു 87 പറയുമ്പോഴും നമ്മളെ ഡിജിറ്റ് വരുന്നത് 3 ഡിജിറ്റിലാണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലേ.
3 അതായത് 1 2 3 ഡിജിറ്റിൽ ആൻസർ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് സെറ്റ് 0 ചെയ്യാം. ദെൻ നമുക്ക് 3 ഡിജിറ്റാണ് 1 2 3 നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 7 × 8 ആണ്. 7 × 8 എത്രയാണ്? 7 × 8 56 ആണെന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം 5 ആഡ് ചെയ്തു. 5 ആഡ് ചെയ്തു. ഇനി 6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്തു. അടുത്തത് 7 × 7. 7 × 7 49 അല്ലേ? 7 × 7 49 അല്ലേ? ഓക്കെ, 49 ആണ്. അപ്പോൾ ഇനി 49 നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? നമ്മൾ തുടങ്ങേണ്ടത് അടുത്ത 2 ഡിജിറ്റ് എന്നാണ്. അതായത് നമ്മളിവിടെ ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. 2 ഡിജിറ്റിൽ നിന്ന് തുടങ്ങണം. 49. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ 40 എടുക്കാനില്ല. ലോവർ ബീഡ് ആകെ 3 ഉള്ളൂ. 1 2 3 അല്ലേ? 3 ഉള്ളൂ. അപ്പം നമ്മൾ എടുക്കേണ്ടത് 100ൻ്റെ പൊസിഷൻ, അതായത് ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ എടുക്കണം. എത്ര നമ്മൾ എടുക്കണം? ഇവിടെ നിന്ന് നമുക്ക് ഇനി വേണ്ടത് എത്രയാണ്? 49 ആണല്ലേ? അപ്പോൾ നമ്മൾ 49 എടുക്കണമെങ്കിൽ നമുക്കിവിടെ ബീഡില്ല. ഇവിടെ നിന്ന് നമ്മൾ 100ൻ്റെ പൊസിഷന് 100 എടുത്തു. 40ക്ക് പകരം 100 എടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 100 വേണോ? വേണ്ടല്ലോ, 40 പോരെ. അപ്പം നമ്മളിവിടെ 100 ആണ് എടുത്തത്. അപ്പം ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കും? 2 ഡിജിറ്റിൽ വന്നിട്ട് 60 മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 1ൻ്റെ പൊസിഷനിൽ വരിക, 9 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 609 ആണ്. 609 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതുപോലെ അബാക്കസിൽ ഡിജിറ്റ് വരുന്നതോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് നമുക്ക് 6 × 76 ആണ് വരുന്നത്. അപ്പം അതും 3 ഡിജിറ്റാണ് നമുക്ക് ആൻസർ വരിക. ഏതൊരു 1 ഡിജിറ്റ് × 2 ഡിജിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ 3 ഡിജിറ്റ് ആയിരിക്കും കിട്ടുക. 1 2 3 കേട്ടോ, അങ്ങനെ ആ ലെവൽ കണക്കാക്കിയാൽ മതി. അപ്പം നമുക്ക് കിട്ടുക 3 ഡിജിറ്റ് ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ എപ്പോഴും നമ്മൾ 3 ഡിജിറ്റാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ 100ൻ്റെ പൊസിഷൻ എന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങുക. അപ്പം നമുക്ക് നോക്കാം. സെറ്റ് 0 ചെയ്തു. എന്നാൽ നമ്മൾ 8 × 7 ആണ് ചെയ്യുന്നത്. 8 × 7 എത്രയാണ്? നമുക്കറിയാം 8 × 7 56 ആണെന്നല്ലേ. അപ്പോൾ 8 × 7 56. അപ്പോൾ നമുക്ക് ഇതിൽ ടൂളിൽ എങ്ങനെ ചെയ്യും നോക്കാം. 56 എന്ന് പറയുമ്പോൾ 100ൻ്റെ പൊസിഷനിൽ തുടങ്ങുക. 100ൻ്റെ പൊസിഷന് നമുക്ക് 5 ആഡ് ചെയ്തു. ദെൻ 6 ആണ് ആഡ് ചെയ്യേണ്ടത്. 6 നമ്മൾ 10s ആഡ് ചെയ്തു. അടുത്തത് വരുന്നത് 8 × 8 ആണ്. 8 × 8 എത്രയാണ്? 64 ആണല്ലേ. അപ്പോൾ 3 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രോബ്ലം ബ്രേക്കായിപ്പോയി. കുഴപ്പമില്ല, 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 1 ഡിജിറ്റ് × 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഡിജിറ്റിലായിരിക്കും ആൻസർ കിട്ടുക. അപ്പം നമ്മൾ 3 ഡിജിറ്റിൽ ആൻസർ കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ 100ൻ്റെ പൊസിഷനാണ്. 100ൻ്റെ പൊസിഷന് ചെയ്ത് വരണം. അത് 1 ഡിജിറ്റ് × 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് ഇനി 1 ഡിജിറ്റ് × 4 ഡിജിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ 1000ൻ്റെ പ്ലേസിലേക്ക് മാറും. അപ്പോൾ 1000 എന്ന് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇത് മെമ്മറിയിലിരിക്കണം. 1 ഡിജിറ്റ് × 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 3 ഡിജിറ്റ് ആയിരിക്കും ആൻസർ എന്നുള്ളത്. അപ്പോൾ 2 പ്രോബ്ലം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ.